എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നാറുട്ടോ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുനിയൻ എക്സാമാണ്. എന്തായാലും ചുനിയൻ എക്സാം ബിഗിൻസ് ചെയ്യാൻ പോണത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബർ കൂടു. ലൈക്ക് ചെയ്താൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രോത്സാഹനം എനിക്ക് കിട്ടും. പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ 3 എപ്പിസോഡും കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ. അത് തന്നെ മറ്റേ പരത്തിനെ ഉണ്ടാക്ക്. എന്തായാലും ഈ വീഡിയോ ഞാനൊന്ന് ഇതാക്കാണ്. ഇതൊന്ന് കഴിയട്ടെ. അടുത്ത തൊട്ടുള്ള ഇത് കാണിക്കാം. ഓക്കെ, ഓഫ് ക്യാമറ ഇത് ചെയ്ത് തീർക്കാം ഗൈസ്. ബൈ. അപ്പോൾ വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സ്പീഡിലങ്ങ് പോയി നാറുട്ടോ അങ്ങനെ എത്തിച്ചേർന്നു. ഇതെന്തോ ഗൈസ്, നാറുട്ടോ അവിടെ എത്തിച്ചേർന്നു. ഒറോച്ചിമാറുനെ കണ്ടെത്തി. ആ പാർട്ടല്ലേ. ഇനി ഒറോച്ചിമാറുമായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും. ഫൈറ്റ് അല്ല. ഇനി ഒറോച്ചിമാറുമായിട്ട് ഫൈറ്റ് ഉണ്ടോ? ചിലപ്പോൾ അടുത്തതിലായിരിക്കും ഒറോച്ചിമാറുമായിട്ടുള്ള ഫൈറ്റ്. എന്താണെന്നറിയില്ല. ഓക്കെ, നാറുട്ടോയുടെ ക്ലാരിറ്റിയുടെ കാര്യത്തിലാണ് എനിക്കിപ്പോഴും വിഷമമുള്ളത്. നല്ല ക്ലാരിറ്റിയിൽ കളിക്കാൻ പറ്റുന്നില്ല. ഉള്ള ഗെയിമെല്ലാം ഉണ്ടായിണ്ടേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നാറുട്ടോ പെട്ടെന്ന് ചേർത്തിട്ട് അടുത്ത ഗെയിം കാണാം. സ്കൂൾ വന്നു അതൊക്കെ പിന്നെ എടുക്കാൻ ടൈമില്ല. എന്തായാലും അടുത്തേക്ക് നോക്കാം. അടുത്ത ഡാർക്ക് സ്ട്രൈപ്സ് നമുക്കൊരു 32 അതെ 40 വരെയുള്ള 32 വരെ ഉള്ളത് ചെയ്ത് തീർക്കാം. ഇത് ചെയ്തതാണെങ്കിൽ ഇത് ഫൈറ്റ് ആകട്ടോ. അപ്പം ഇത് വീഡിയോയിൽ കാണിക്കും. ചെയ്തത് വല്ലതും ഉണ്ടെങ്കിൽ അത് വീഡിയോയിൽ കാണിക്കത്തില്ല. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയും. കഴിഞ്ഞ വീഡിയോ 13 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. ഞാൻ നോക്കി വെച്ചായിരുന്നു 13 മിനിറ്റേ ഉള്ളൂ. ബാക്കിയില്ല അതിന് 1/2 മണിക്കൂറൊക്കെ ആയിരുന്നു. ബ്ലാക്ക് സ്നോ കോഡ് നിഞ്ച ഓഫ് ഇത് ഫോറസ്റ്റ് ഓഫ് ഡെത്ത് ആണ്. ഗൈസ്, നിങ്ങൾക്ക് നിഞ്ചിൻസു, ഗെഞ്ചിൻസു, ടൈജിൻസു എനിക്കറിയാം. ഈ ദിഞ്ചിൻസു ഗിഞ്ചിൻസു എന്ന് വെച്ചാൽ എന്തോന്ന് അറിയത്തില്ല. ഗിഞ്ചിൻസു എന്ന് വെച്ചാൽ എനിക്കൊന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ടെക്നിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഫയർബോൾ ഫയർജിൻസും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ചെറിയ ഡൗട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട്. ഉറച്ചു മാറും. എന്താ അനങ്ങ കഴിക്കുന്നത് അറിയത്തില്ല. എന്ത് ബേക്കും പാമ്പിനെ പോലെ കഴിയുന്നു. എൻ്റെ മോനെ ചക്സി ലെജൻഡറി സാധനം. എൻ്റെ മോനെ ഇഴഞ്ഞങ്ങ് രക്ഷപ്പെട്ടു. എൻ്റെ മോനെ അതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ. ജിൻസുവിലൊന്ന് പെടുന്ന പോലും ഇല്ല. അപ്പോൾ നമ്മളെ ടെക്നിക്ക് ഉപയോഗിക്കണം. വിൻ ബോളോ അങ്ങനെ ഉണ്ടല്ലോ. ബോവോ ചക്ര ഷെറിങ്. ചക്ര ഷെറിങ് ഇട്ടിച്ചപ്പോൾ കൊണ്ട് നമ്മുടെ മറ്റേ ടെക്നിക്ക് ഉപയോഗിച്ചല്ല. ഇപ്പം നമുക്ക് ഇത് ഉപയോഗിക്കണം. അത്ര പാമ്പിട്ട് വളക്കാൻ നോക്കിയതാ. അല്ല, പെടുത്തു നോക്കിയതാ. അടി അത്രേ ഉള്ളു.
അങ്ങനെ എന്ത് എന്നെ അടിക്കാത്ത ഓ തട്ടിയാണ് സക്കരയുടെ അടി നീ തോന്നിച്ച ഇതുള്ളല്ലോ വൈകിടത്തി ചെയ്യാം സാധനോട് നാക്കി. ഓ ഗൈസ് സൗണ്ട് കുറച്ച് കുറഞ്ഞു പോയി സംസാരിക്കുമ്പോൾ. ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന രാത്രി 10-11 മണിയായി. 11 മണിയൊന്നും ആയിട്ടില്ല, 10 മണിയൊക്കെ കാണുമെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും കിടന്ന് അവസാനം ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. രാവിലെ തൊട്ട് കഴിഞ്ഞാൽ ഫ്രീ ഫയർ ആയിരുന്നു. എനിക്ക് ഹീറോയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. ഓ മൈ ഗോഡ്, പൂച്ച കടന്നു. പൂച്ച ഭയങ്കര സെറ്റില്ല കൈസ്, അതുകൊണ്ടാണ് ഉറച്ചുമറിനെ അടിച്ചറക്കുന്നു. ഓ ലിറ്റ്, എൻ്റെ മോനെ ലിറ്റ്. നമുക്ക് ഈ പേപ്പർ ബോൾ ഇടാം. പേപ്പർ ബോംബ് അങ്ങനെ ഉണ്ടല്ലേ. എടുത്തിട്ട് വാ. പിടിച്ചോ എന്നാ ആ പരിപാടി എന്നാ പൊട്ടിച്ചറിച്ച് ചാകുക. ചത്ത് ഓക്കെ ഇഞ്ചിൻ സൂപ്പ് മാത്രം. പൂച്ചയും ഉണ്ടായി. അത് കാര്യമാക്കണ്ട പോട്ട്. ഗൈസ് പൂച്ച വലിയ കഷ്ടമാണ് ഗൈസ്. അതിനെ വെട്ടി കീറേണ്ടി വരും. എന്തൊക്കെയോ കിട്ടാനുണ്ട്. എനിക്ക് നടക്കാൻ ഭയങ്കര മടിയാണ്. നറോട്ടോയ്ക്കകത്ത് ഒത്തിരി ദൂരമുണ്ട്. വലിയ പറക്ക, അതും ഭയങ്കര മടിയാണ്. ഇതൊക്കെ കളക്ട് ചെയ്യണം. എനിക്ക് അടുത്ത മിഷൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പറ്റത്തില്ല. അടുത്ത മിഷൻ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ പിള്ളേർക്ക് എന്തൊക്കെയാ കൊടുക്കണം എന്ന് പറയുന്നത്, കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ കുറച്ച് സാധനങ്ങളായിട്ടോ കുറേ കളി കളിച്ചില്ലേ. ഇപ്പം നമ്മൾ ഇതായി എന്തുവാ 20 എക്സാമൊക്കെ ആയി. കളർ ഡെലിവറി നമ്മൾ കൊടുക്കണം. ഡെലിവറി ചെയ്യാനുള്ള ഇത് കിട്ടി. ഐ ക്യാൻ മേക്ക് സം റിമൈൻഡേഴ്സ്. ഓ അപ്പോൾ ഇത് കഴിഞ്ഞാൽ മറ്റേ സാധനം കിട്ടുക. മിഷൻ XP കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഓ നറൂട്ടോ നൂഡിൽസ്. നറൂട്ടോ കഴിക്കാനായിട്ടാണ് ഇതേ സാധനം കൊടുത്തത്. ഓ ആണെന്നത് ഈ തലയാട്ടിക്കാൻ. പുള്ളിക്കാര സീനെ എൻ്റെ പേരാണ് റെമഡി എന്ന് എനിക്കറിയത്തില്ല. പിന്നെ റീലും കൊണ്ടുണ്ട്. ഇതൊക്കെ ഷെറിങ്ങനെ ഉള്ളതുപോലെ. എന്നിട്ട് മദാറ ആരോ തടയുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്ന കണ്ടുണ്ട്. മദാറയാണോ പെയിനാണോ അറിയത്തില്ല, മറന്നു പോയത്. ഓ അവളൊരു സ്ഥലത്ത് കഴിച്ച് തീർത്ത സമാധാനമായി. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇത് കുടിച്ചപ്പോൾ മാക്സിമം ചാപ്റ്റർ കിട്ടി. Will have a fight.
once you are recent, find me some more and to try. ഓക്കെ, പുതിയത് വന്നു. മഷ്റൂം റാമൻ. എല്ലാ റാമൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റാമൻ ഇയാളുടെ പേരാണ്. ഇച്ചിറാക്കു റാമൻ. അങ്ങനെ കൊണ്ട് എഴുതിയിരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ പണ്ടേ വിൽക്കാം. ഓക്കെ, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ടൊരു വളവ്. പൂച്ച ഉണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങോട്ടൊരു വളവ്. എന്തോ സാധനം. എന്തോ സീൻ ചെയ്ത് വെച്ചേക്കും. വേറെന്തോ ചെയ്യണം. പൂച്ചയുടെ കാര്യം. ഇത് മറ്റേ ഈനോ ഇല്ലേ? ഈനോ ഈനോടെ പൂ വാങ്ങണം. അത് തന്നെ, പൂ വാങ്ങണം. അങ്ങനെ എന്തോ ആണ്. പൂ കൊടുക്കണം. ഓക്കെ, അല്ല വാങ്ങണമെന്നില്ലേ? അത് കൊടുക്കണമെന്നാണോ? സെല്ലെന്നാ എഴുതിയിരിക്കുന്ന. കൊടുത്താ വെച്ചടാ. ഞാൻ പൂവെല്ലാം കൊടുത്ത് തലേ പാലുള്ള ഐറ്റംസ് ആക്കോടാ. ഓ മൈ ഗാഡ്. പൊടി പേട്ടത്തലച്ചി. ഇതൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇരുന്ന. അയ്യോ, സെയിലെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ എത്ര രൂപ ആയാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചത്. പിന്നെ ഈ സാധനം കണ്ട. ഇത് കാണുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു പെട്ടി കാണും. അത് എടുത്ത് അവിടെ കൊണ്ട് പൊക്കി വെക്കണം. നേരത്തെ പൊക്കുന്നുണ്ട്. ചാക്രയിൽ നടക്കുന്നുണ്ടോണേ. ചാക്രയിലോട്ട് ഒന്നുമില്ല. കണ്ട ചാക്ര ഇട്ടിക്കഴിഞ്ഞാൽ തുള്ളിച്ചാടി പോണം. താളം പിടിച്ചിട്ട് ചക്ര 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 ചക്ര. ഇതാണ് തുറക്കുന്നത്. തുറന്നു. അയ്യേ, ഇവിടെ ഒന്നും ഇല്ല. മടുപ്പിച്ച് അതായാലും പണിയെടുക്കാം. സമയം കളയുന്നു ഞാൻ സമയം കളയുന്നു. ഓക്കെ, ഡി റാങ്ക് വിഷയം കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് ഡി റാങ്ക് കുറച്ച് സ്റ്റഡി ഗെയിമിനെ കുറിച്ച് പഠിച്ചിരുന്നുണ്ട്. സാസ്കുറ ഓൺ ട്രെയിൻ എന്തൊക്കെയാ ഇത് ചെയ്യണ്ട ഗൈസ്. ഇതെൻ്റെ കൂട്ടുകാരെ കളിച്ച ഗെയിം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് ചെയ്യാൻ പാടില്ല. ഇതിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ആ ഒരു മിഷൻ കണ്ടീഷൻ ഇല്ലേ, അല്ല ഈ ഫൈറ്റ് ബാറ്റിൽ കണ്ടീഷൻ, അതെടുത്തിട്ട് ആ 3 ഹിറ്റ്സ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എങ്ങനെ ഹിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. സോറി പറഞ്ഞപ്പോൾ തിരിഞ്ഞുപോയി. ഞാനും ചെയ്തു. അതിൻ്റെ ഫോണിനകത്ത് ഞാൻ കുറേ നേരം കളിച്ച് തോറ്റു മടുത്തു. ഒരുമാതിരി ഇവിടെ ഒരു കാണിക്കാവോ, ടച്ച് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥലത്തൊരു പാലം, ഒരു വെള്ളമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെയാണ്
അവിടെ ഫൈറ്റ് ചെയ്യാൻ വിളിക്കുന്നു. എന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങളത് പറയട്ടെ, ഇല്ല വെറുതെ ടൈം കളയേണ്ടി വരും. കുറച്ചും കൂടെ ദൂരമുണ്ട്. ഈ സമയം എടുക്കുന്നതാണ്. ഞാൻ മറ്റേ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിമും കളിക്കണമെന്നുണ്ട്. ഞാനിപ്പോൾ കേട്ടിരിക്കുന്നത് വെറും മോഡല, അതായത് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കുന്ന ഇതുണ്ടല്ലോ മൈൻക്രാഫ്റ്റ്, പൈസ കൊടുക്കാത്ത, അതാണ്. അതിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കാണും. പുതിയ ഡീറാങ്ക് മിഷൻ കിട്ടി, നല്ലതാണേ. ഡീറാങ്ക് മിഷൻ, ഡീറാങ്ക് എന്തുവാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. എന്തോന്നു മനസ്സിലായി. ഈ ഭാഗമൊക്കെ അവനുമായിട്ട് കളിച്ചപ്പോൾ ഞാനുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ സാക്കുറയായിട്ട് നറൂട്ടോ ഇങ്ങനെ മരത്തിക്കയറുന്ന പരിപാടിയാണ്. അത് തന്നെ. ഞാൻ കയറിയാണ്. ഓ കയറി. സാക്കുറ എത്തി. ഓഹ് നാറൂട്ടോ സീൻ. സാക്കുറയാണ് ആ സാധനം ഇട്ടത്. ഇപ്പോൾ സാക്കുറേൻ്റെയൊക്കെ പുറകിലാണല്ലോ. പക്ഷേ നല്ല സ്ക്രോള് പാടി കൊടുക്കുന്ന സ്ക്രോൾ കിട്ടി. പാടി കൊടുക്കുന്ന പുറകിലോട്ട് പോയത് ഞാൻ കണ്ട്. ഓക്കെ, അടുത്തത് അതും പണി കൊടുക്കുന്ന സ്ക്രോള്. ഫയർ അല്ല, മറ്റേ എന്താ ബോംബിൻ്റെ ഒരു ബോണ്ട് പേപ്പർ, അങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ പേര്, ബോംബ് പേപ്പർ, അങ്ങനെ ആണ്ട് സാധനം. ഓഹ് ഞാൻ ഭയങ്കര മുന്നില്ല. ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് കിട്ടിയില്ല. അയ്യോ, സാക്കുറൊക്കെ മണി കിട്ടി. ഇപ്പം പിട്ടേനെ. അയ്യോ, ഇട്ടുണ്ട്. തീർന്നു. വീഴ്ച. ഇനി വീഴാൻ പാടില്ല. ഇത് റെക്കോർഡ് ചെയ്യത്തില്ലായിരുന്നു, പക്ഷെ വീണു. സാക്കുറയും കൂടെ ഉണ്ടായത് കൊണ്ടാണ് റെക്കോർഡ് ചെയ്തത്. വീഴാതാ. ഇനി വീഴത്തില്ല. പക്ഷേ സൈഡിൽ സാക്കുറ ഉണ്ട് കിടക്കറിയുന്നു. അയ്യോ, ഓക്കെ. ഒരു മിഷൻ എത്ര 1 മിനിറ്റ് 30 സെക്കൻഡ് മുമ്പ് തന്നെ എത്തണമായിരുന്നു. എത്തിയില്ല. ഇച്ചിരി സമയം ലേറ്റായി. കുറേ ഇടിച്ചതല്ലേ ഉണ്ട്. ഓക്കെ, അവിടെ പോയി. പിള്ള ഫുഡിന്ന് പോയി. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടേ ക്ഷമിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. 32 വരെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്താണ് നോക്കാം. മരത്തേക്കരം തന്നെ ആയിരിക്കും. ആണെങ്കിൽ ഞാൻ കട്ട് ചെയ്യവേ. അത് തന്നെയാണ്. അതെ. പക്ഷേ ഇതിനകത്ത് നോക്കട്ടെ ഇതെങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ഇല്ല,
ഇല്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല, അത് തന്നെ. അപ്പോൾ ശരി, എന്നാൽ ബൈ, കട്ട് ചെയ്യുക. ഗൈസ് കഴിഞ്ഞു, കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അവർ ചാടി പോവുകയാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും കൂടെ ചാടും. ഓക്കെ, വീണ്ടും ഒരു സ്ഥലത്തെത്തി. ഡെസ്റ്റിനേഷൻ ഗെയിമിനകത്ത് അല്ല, റൂട്ടോ സീരീസിനകത്ത് ഈ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിനകത്താണ് മറ്റേ സ്ക്രോളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകണം. അപ്പോഴാണ് മറ്റേ ഇവനെ കാണുന്നുണ്ട്. പേരെന്താ മറ്റേ കണ്ണാടി വെച്ച് ഈ എല്ലാവരും റീക്രിയേറ്റ് ചെയ്യുന്ന മറ്റേ മദാറയെന്ന് ഇവൻ്റെ ഒറോച്ചിമാറുവിൻ്റെ വലം കൈ അവരൊക്കെ ആയിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു സീനായിരിക്കും. ഇതുള്ളല്ലോ, എന്തായാലും അതെടുത്തേ പറ്റത്തുള്ളൂ. തൊട്ടടുത്തൂടെ സാധനമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെച്ചായിരിക്കും ഇങ്ങനെ വരാൻ വേണ്ടി. കട്ടടത് പോയി ചെന്നും കൊടുത്തു. അല്ല കണ്ടായിരുന്നു ഒറ്റച്ചട്ടം. മൾട്ടി ജമ്പ് എല്ലാം എടുക്കണം. മൾട്ടി ജമ്പ് നെക്സ്റ്റ് പരിപാടി. അടുത്തത് ഇനി 2 കൂടെ ഉള്ളു. ഏത് മിഷനാണോ അപ്പോൾ മുമ്പ് ഇതാണെങ്കിൽ കാണിക്കത്തില്ല, പേടിക്കേണ്ട കാര്യം കാണിക്കത്തില്ലേ. ഫൈറ്റ് ദ ലാസ്റ്റ് എക്സാം ബിഫോർ ദ ഫൈനൽ സാക്കുറ ആൻഡ് സീന. അതിനായിട്ടുള്ള ഫൈറ്റ്. ഓക്കെ, ഇത് ഭയങ്കര പവർഫുള്ളാന്ന് വിചാരിക്കുന്നത്. ഇതെന്ന് തോന്നുന്നു ഈ സാക്കുറാണല്ലോ അടിക്കുന്നത്. ഇതെന്താ വല വിടുക, ചലന്തിയ സ്പൈഡർമാനെ മറ്റേ പേപ്പർ പോകുന്നു. അടി. എന്നെ മോനെ സാക്കുറ സി. ഒന്ന് റെഡി. ഇടിച്ച് ലൈറ്റാ ഡാൻസ് കിടക്കുന്ന. സമ്മിങ് ചെയ്ത സൗണ്ട് ഇല്ല ഗൈസ്. ഞാൻ ഗെയിമിൽ സൗണ്ട് ഓഫ് ആക്കിയിട്ടേക്കുക. എനിക്കറിയത്തില്ല, ഇങ്ങനെ വരാറില്ല. മറ്റേ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ജിൻസും കണ്ട് എന്നിട്ട് അവിടെ ചെയ്ത പോലെ തന്നെ ചെയ്തു. അപ്പം അതും കഞ്ഞുപോയി. ഇതെന്താണ് സംഭവം എന്നറിയത്തില്ല. പെട്ടെന്ന് ഇതാകുന്നുണ്ടല്ലോ. ഫൈറ്റടി എന്താ അടിയടി അടി എന്താ അടിക്കാതെ. പേപ്പർ പോകും. അതങ്ങോട്ട് പോയി. എന്താ കണ്ടവാനം തെറിയുന്ന. ഇപ്പൊ തറ വീണ്. പണി ദേവീന് ഒന്നുകൂടി ഇടാം. കൊണ്ടില്ലേ? കൊണ്ടു. ഇത് കളി കൊള്ളാം കേട്ടാ. നമ്മളോടാ കളി. വലയിട്ട് കളിച്ച സാക്കുറ ഹറുനോ ജിൻസ്. നോയ്സാണ് ഗൈസ്.
എന്ത് ചെയ്യാനൊക്കെ ഹെഡ്സെറ്റ് ഇല്ലാണ്ടായിപ്പോയി. വെള്ളം സെറ്റ് ചെയ്യണം, ഇല്ലേ ഈ പാരാത്രിക്ക് എണീറ്റ് വീഡിയോ വേണ്ടി വരും. എന്നാലും വെച്ചപ്പോൾ കാണും. ഓക്കേ, ഗെയിം ചെയ്യേണ്ടവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓരോ എപ്പിസോഡിലും ഞാനിത് പറയുന്നുണ്ട്. ഗെയിം എപ്പോൾ തുടങ്ങി അപ്പം തൊട്ട് പറയുന്നുണ്ട്. ആരും അത് ചെയ്യുന്നില്ല. ആർക്കും വേണ്ട ഈ ഗെയിം. ഇത് സീരീസ്, അതായത് ഈ സീരീസ് പകുതി വെച്ച് ടോപ്പ് ഔട്ട് ചെയ്യണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയണേ. വേറെ ഫോണിൽ ഇതിൽ ലാഗ് വരുന്നുണ്ട്. ലാഗൊന്നും ഞാൻ കരിയാക്കുന്നില്ല, ബട്ട് നിങ്ങളെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നിങ്ങൾക്ക് ഇതുകൊണ്ട് സന്തോഷമായില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ല. ഇതിലടുത്ത് ചെയ്യാം നിഞ്ച ടൂളാൻഡ്. വേറെ മിനിറ്റ്, എനിക്കൊരു മിനിറ്റ്. ഇത് അവസാനത്തെ അല്ലേ? ഇത് അവസാനത്തെയാണ്. അപ്പം ഇതോടെ കൂടെ ഈ വീഡിയോ അവസാനിക്കും. ഇതെന്തോണെന്ന് എനിക്കറിയത്തില്ല. സാക്കുറ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇനോയ്സ് ഓവർ ആൻഡ് നെക്സ്റ്റ് ഈസ് 10. ഇന്ന് 10-ആയിട്ടാണോ ഫൈറ്റ്? 10 അവളുടെ പേരല്ലേ? അവൾക്ക് വിൻഡിൻ്റെ എന്താ പവറില്ലേ? മറ്റേ അവൾക്ക് മറ്റേ ഇതിൻ്റെ ഇതല്ലേ, കഴിവല്ലേ? സാൻഡി വില്ലേജിലുള്ളതല്ലേ? ഇതെന്താണ് ഇങ്ങനെ വിടുന്ന? ഇതെന്താ ഹിംസോടാ? എനിക്ക് വടി വെച്ച് അടിച്ചിട്ട് സ്ക്രോൾ ചെയ്യുന്ന എനിക്ക്. ഇതെനിക്കൊന്ന് കാണണം. സ്ക്രോൾ അയച്ചിട്ട് എൻ്റെ ഫോൺ ഇതൊന്നു കത്തിയട്ടോ, കുത്തിയ. ഇത് കുറച്ചിൽ കത്തിയാണ്, ശരിത്തൊന്നും കൊള്ളത്തില്ലേ? ഇത് എല്ലാം കൂടെ ഒരു ഇങ്ങനെ വെല്ലിട്ട് കറക്കി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ കുത്തിയിറങ്ങുന്ന ആലോചിക്കേ. അത് കുത്തിയിറങ്ങുന്നില്ല, കളിയും ചേച്ചി. അതെ, 10. ഇതാണ് 10. മറ്റുള്ള പേര് എനിക്ക് അറിയത്തില്ല. ഭയങ്കരമായിപ്പോയി. ഇതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഓരോരുത്തരുടെ പവർ കറക്റ്റ് അതേപോലെ തന്നെ കാണിക്കും. എൻ്റെ മക്കളുടെ പെണ്ണിൻ്റെ ന്യൂ ഐറ്റം ബി സ്റ്റോറേജിലൊക്കെ ഒന്ന് പോകണം. ഇതിന് കുറച്ചും കൂടെ ഉള്ളു. എത്ര ഇനിയിപ്പോൾ എത്ര ചെയ്തു? 1 2 3 4 5 6 എണ്ണം ചെയ്ത്. അല്ല 6 എണ്ണം അല്ല, 5 എണ്ണം. ഇപ്പോൾ 1 2 3 4 5. ഒരു ഇതും കൂടെ ചെയ്യാം. അപ്പോഴേക്കും ഒരു അരമണിക്കൂറാവും. ഇതും കൂടെ ചെയ്യാം. 32 മിനിറ്റായി. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും 32 മിനിറ്റ്. അത് ഞാൻ കട്ട് ചെയ്യും. പേടിക്കണ്ട, കട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വീട്ടിൽ ഇടുന്നു. നല്ല റെക്കോർഡർ ആപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തണം. എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ആപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഗൈസ്. എനിക്കറിയത്തില്ല. നാനൂട്ടോ കിബേന്നല്ലേ എൻ്റെ പേര്. ഇത് ആ പട്ടിക്കുട്ടി എന്ത് ചെയ്യും? പട്ടിക്കുട്ടി മാറിക്ക് ഇല്ലേ, അടികൊണ്ട് ചാവും. കുറേ പോകണുണ്ട്, നല്ല സൗണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അടി പൂക്കുട്ടി.
ഗൈസ്. അപ്പോൾ ഈ ഫൈറ്റ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ജയിക്കും കാരണം ജയിക്കും, എനിക്ക് ഉറപ്പ്. മിക്കവാറും ഞാനിത് ഫുള്ള് ഇപ്പം തന്നെ തീർക്കുമെന്ന് തോന്നുന്നു. കാരണം ഇതിൽ 2-3 കണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ അത് നറുട്ടി തുള്ളിച്ചാടം നിന്നിരുന്നെങ്കിൽ സമയം കിട്ടിയാനെ. നമ്മളത് ഈ ആദ്യത്തത്, പിന്നെ രണ്ടാമത്തത് എല്ലാം നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഈ 5 കൂടിയുള്ള അടുത്ത അതിനൊരു ചെറിയൊരു പണിയുമുണ്ട്. നന്നായിട്ട് ഹീറ്റാകുന്നുണ്ട്. ഇവളറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇതാരാണ് കമൻറ്റ് ചെയ്യണം. എനിക്കറിയാം, നിനക്കറിയാൻ നോക്കാനാ. ഡീറങ്ക് വിഷൻ കിട്ടി. ഇവള് കാരണം എൻ്റെ ഡീറങ്ക് വിഷനാണ് കിട്ടിയ. എന്തായാലും അത് കാണിക്കുന്നില്ല, അത് ഞാൻ ചെയ്യാൻ പോവുക. എനിക്കാന്ന് തോന്നി ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അത് തന്നെ അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചേക്കാം. 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കുത്ത് എന്തായിരുന്നു, ട്രഷർ ബോക്സ്, അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ ട്രഷർ ബോക്സ് പോയി പിടിച്ചിട്ട് വരാം. ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോണേ. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും ഓരാതായി, പോലെ നീ കളഞ്ഞു. മോഹമില്ല കണ്ടിട്ടും പോരാതായി. ഉള്ളിലൊതുക്കിയ മോഹമില്ല, കള്ളത്തരങ്ങൾ വെച്ചപ്പോൾ നമ്മൾ ട്രഷർ ബോക്സ് വന്നിട്ടുണ്ട്. ഈ വീടിനുണ്ടെങ്കിൽ ട്രഷറൊക്കെ കൊണ്ടുപോകുന്നു. അതിലൂടെ എന്തോ കിട്ടുന്ന നേരത്തെ ഈനോടെ നിഞ്ച ഹാൻഡ് ബുക്ക് ഇതൊക്കെ കിട്ടുന്നിടത്ത് സാഫിയുടെ ആയിരുന്നു. ഇതൊക്കെ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുക്കാൻ പോകാത്ത. പിന്നെ ഗൈസ്, അപ്പോൾ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം പറയുക, കമൻറ്റ് ബോക്സിൽ പറയണം, വേറെ എവിടെയും പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ചാനൽ, എൻ്റെ ഇൻസ്റ്റ ID ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്. പേര് എന്തായിരുന്നു പേര്? ഗോഡൻ തന്നെ ഗൈസ്. ഗോഡെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. ഗോഡെന്നാണ് എൻ്റെ ഇൻസ്റ്റ IDയിലെയും പേര്. ഈ ചക്ര കൺട്രോളിങ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ബൈ.